150 കൊല്ലം മുമ്പ് ഒരു ഓണക്കാലത്ത് മലയാളിയുടെ ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെ ആയിരുന്നിരിക്കും? പഴമയുടെ രുചി നുണയാൻ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് മുളന്തുരുത്തി മാർത്തോമൻ പള്ളി. 150 വിഭവങ്ങളുടെ പ്രദർശനമാണ് ഓണത്തോടനുബന്ധിച്ച് ഈ പള്ളി അങ്കണത്തിൽ നടക്കുന്നത്. മുളന്തുരുത്തി പള്ളിയിലെ വ്യത്യസ്ത ഓണാഘോഷ കാഴ്ചകളിലേക്കാണ് ഇനി അനുശ്രീ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും. അനുശ്രീ, എങ്ങനെയാണ് ഈ കണ്ടറിവില്ലാത്ത, കേട്ടറിവ് പോലും ചിലർക്ക് മാത്രമുള്ള ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ആളുകളിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ശീതൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴമയുടെ മാധുര്യമുള്ള 150 ഭക്ഷ്യവിഭവങ്ങളാണ് ഇവിടെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആളുകളൊക്കെ ഏറെ കൗതുകത്തോടെയാണ് ഈ ഒരു പ്രദർശനം നോക്കിക്കാണുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ മന്ത്രി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രദർശനത്തെ നോക്കിക്കാണുന്നത്? അത് വളരെ ഇൻഫോർമേറ്റീവായ ഒന്നാണ്. ഇവിടെ ഒരു 150 വർഷം മുമ്പുള്ള ഒരു അടുക്കള തന്നെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ കഴിയും. അവിടെ പഴയ കിച്ചൺ യൂട്ടൻസിൽസ് ഉൾപ്പെടെ ഇപ്പോഴത്തെ തലമുറയൊന്നും കാണാത്ത അനവധി കാര്യങ്ങൾ അവിടെ അടുക്കളയിലേക്ക് നോക്കിയാൽ കാണാം. പിന്നെ വിഭവങ്ങൾ തന്നെ ധാരാളമാണ്. മൺമറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയാത്ത വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, വിവിധ പദാർത്ഥങ്ങൾ ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് വളരെ കൗതുകരമായ ഒന്ന് തന്നെയാണ്. പിടിയും കോഴി ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും അധികം കോമൺ അല്ല ഇപ്പോഴും അതൊക്കെ. അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ധാരാളം ഐറ്റംസ് ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് വലിയൊരു അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. വളരെ ഇൻഫോർമേറ്റീവായ ഒന്നാണ്. ഭക്ഷണത്തിൻ്റെ രുചി നുകരാമെന്നതിനൊപ്പം തന്നെ ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പൊക്കെ നമ്മുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു എക്സിബിഷനായിട്ടാണ് ഇതിനെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ, മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കാണാത്ത, കേൾക്കാത്ത ഒരുപാട് ഭക്ഷ്യവിഭവങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലോട്ട് എത്തുന്നത് ഓണക്കാലത്ത്? മുളന്തുരുത്തി സുന്നതദോസിന്റെ 150-ാം വർഷം ആഘോഷിക്കുകയാണ് പരിശുദ്ധ സഭ, ഓർത്തഡോക്സ് സുറിയാനി സഭ. അതിന്റെ ഭാഗമായിട്ട് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം, 150 എന്നുള്ള ചരിത്രമുണ്ട്. ആ 150 വിഭവങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഓണക്കാലത്ത് വിവിധമായ നമ്മുടെയൊക്കെ നാവിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഈ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രുചിക്കൂട്ടുണ്ട്. ആ രുചിക്കൂട്ട് ഒരുക്കുകയാണ്. അതിനുവേണ്ടി ഇടവകയിലെ അമ്മമാരും സഹോദരിമാരുമാണ് ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ളത്. അപ്പം ഈ നാടിന് ഒരു കണ്ണിന് ഒരു പുതിയ കാഴ്ച ഒരുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, കപ്പപ്പുഴുക്ക്, കാച്ചിൽ പുഴുക്ക് തുടങ്ങി നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പുതുതലമുറ കേൾക്കാത്ത ഒട്ടേറെ വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. കാച്ചിൽ, ചേമ്പ് തുടങ്ങി പലതരം വിഭവങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചേച്ചി ഇവിടെ ഉള്ളത്? ഊരാളിച്ചേമ്പ്, മീൻകറി, ചേമ്പ്, ചേന. എങ്ങനെയായിരുന്നു ഇതിന്റെയൊക്കെ ഒരു ക്രമീകരണങ്ങളൊക്കെ? ആദ്യം തന്നെ ഈ 150 വർഷം തികണേൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ആഘോഷമാകണം, സഭയിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി തീരുമാനിച്ച് എടുത്തതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന ഭക്ഷണം എല്ലാം വേണം. അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ വേണം. അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രധാരണം വേണം. അപ്പോൾ അത് 25-ാം തീയതി അത് വസ്ത്രധാരണം അന്നാണ്. പതാക ഘോഷയാത്രയെ സ്വീകരിക്കുന്നതോടനുബന്ധിച്ചാണ് വസ്ത്രധാരണം നടക്കുന്നത്. ഇന്ന് 150-ൽ പരം അന്നത്തെ കാലത്തുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിൽ നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത, ഇപ്പോൾ ഊരാളിച്ചേമ്പൊന്നും ഇന്നത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഉള്ളത് അവിടെ ഒരു പണിയപ്പമുണ്ട്. പിന്നെ ഉള്ളത് ഒരപ്പമുണ്ട്. പിന്നെ മുന്തിരിക്കൊത്ത്. ഇതൊന്നും ഇവിടെയുള്ള ഇന്നത്തെ കാലത്ത് പറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ പഴയ കാലത്ത് തന്നെയാണ് ഇന്നും പിന്തുടർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ഓണസദ്യയിൽ ഇടം പിടിച്ച മൺമറഞ്ഞു പോയ പല ഭക്ഷ്യവിഭവങ്ങളുമായാണ് ഇവിടെ പ്രദർശനം നടക്കുന്നത്. നിരവധി ആളുകളാണ് ഇത് കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ശീതൾ, യെസ്, അതാണ് വേറിട്ട കാഴ്ചകൾ നിറയുന്ന മൈതാനിയിൽ നിന്നാണ് അനുശ്രീ വിവരങ്ങൾ നൽകിയത്.